ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പുട്ടുകുറ്റിയിൽ ഐസ്ക്രീമുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഐസ്ക്രീം കടയിലൊക്കെ പോയി കഴിക്കാൻ പലരും ആഗ്രഹിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇതാ ഇപ്പോൾ വീട്ടിൽ തന്നെ സിമ്പിളായി തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കോൺഫ്ലെക്സും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 3 കളറിലായിട്ടുള്ള 3 ഫ്ലേവറിലായിട്ടുള്ള ഐസ്ക്രീമാണ്. നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഈ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട സാധനം പുട്ടുകുറ്റിയാണല്ലോ. അപ്പോൾ ഈ പുട്ടുകുറ്റി ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മുമ്പ് ഫ്രീസറിൽ വെച്ച് അതിൻ്റെ ചില്ലോടുകൂടി അടപ്പോടുകൂടി തണുപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഈ നട്ട്സൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷാക്കി എടുത്തിട്ടുണ്ട്, കുറച്ച് പൊടിയാക്കി എടുത്തതാണ്. പിന്നെ ബദാമും അതുപോലെ തന്നെ പൊടിയാക്കി എടുത്തതാണ്, കുത്തിപ്പൊടിയാക്കിയതാണ്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി, കറുത്ത മുന്തിരിയും പിന്നെ അതുപോലെ തന്നെ വെളുത്ത മുന്തിരിയും. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ കറുത്ത മുന്തിരിയൊക്കെ ഐസ്ക്രീമിൽ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണല്ലോ. പിന്നെ ടൂട്ടി ഫ്രൂട്ടി വേണമെങ്കിൽ അതെടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ കുറച്ച് കോൺഫ്ലെക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ള ഐസ്ക്രീം ഒന്ന് മാംഗോ ഐസ്ക്രീമാണ്, പിന്നെ ഒന്ന് സ്ട്രോബെറി ഐസ്ക്രീമാണ്, പിന്നെ ഒന്ന് വാനില. അപ്പോൾ ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 3 കളറിലുള്ള ഐസ്ക്രീം എടുത്തിട്ടുള്ളത്. 3 കളറിനെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കളറിലായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഇനി പുട്ടുകുറ്റിയിലേക്ക് ചില്ലിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആദ്യമായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം. ഏറ്റവും താഴെയായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. നമ്മൾ പുട്ടുണ്ടാക്കുമ്പോഴേക്കൊന്ന് 3 ലെയറായി കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നില്ലേ, അതുപോലെ തന്നെ ഇടയ്ക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം. ഓരോ ഫ്ലേവറിലായിട്ടുള്ള ഐസ്ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഐസ്ക്രീം ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കണം, അതൊന്ന് ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഫസ്റ്റ് ലെയറിലായിട്ട് മാംഗോ ഐസ്ക്രീമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്ത് അതിനുശേഷം സ്ട്രോബെറി ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സ്ട്രോബെറി ഐസ്ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഏറ്റവും മുകളിലായി ആണ് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ഐസ്ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കണം, അത് ഷേപ്പായിട്ട് നല്ലതുപോലെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും മുകളിലായി ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം അടച്ച് വെച്ച് ഫ്രീസറിൽ സെറ്റാവാൻ വെക്കണം. ഒരു 4-5 മണിക്കൂർ ഫ്രീസറിൽ സെറ്റാവാൻ വെക്കണം. ഞാനിപ്പോൾ ഐസ്ക്രീം സെറ്റാവാൻ വെച്ചിട്ട് ഒരു 5 മണിക്കൂറായി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പരന്ന പാത്രത്തിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വിതറി കൊടുക്കാം. ഇതിന് മുകളിലായി നമുക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പുട്ടുകുറ്റിയിൽ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്ക് കടിക്കാനൊക്കെ ഡ്രൈ ഫ്രൂട്ട്സും കോൺഫ്ലെക്സ് എല്ലാം ഇട്ടത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.